CDSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നുള്ള നിലക്കുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പത്രങ്ങളിലൂടെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് മുഖ്യമായും CPMനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രചരണങ്ങളും വാർത്തകളും പാർട്ടിയുടെ ശ്രദ്ധയിൽ വരികയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMൻ്റെ ഈ കാര്യത്തിലുള്ളൊരു നിലപാട് വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്താൻ തന്നെ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 16 അംഗങ്ങളിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾ അടക്കം അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ CPMൻ്റെ അംഗങ്ങളായിട്ടുള്ള ആളുകളും അനുഭാവികളും ഇതിൻ്റെ അകത്ത് CDS അംഗങ്ങളായിട്ടുണ്ട്. അതുപോലെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, BJPയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേരുന്ന രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിലുണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക ക്രമക്കേടും സാമ്പത്തികമായിട്ടുള്ള അഴിമതിയും വളരെ കർക്കശമായ രീതിയിൽ അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളായ ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് ഈ സംവിധാനത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള തുക കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷിക്കണം എന്നതാണ് CPMൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. ഇത് പറയുമ്പോൾ ഇതിലിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു പരാതി ഞായറക്കൽ CIക്ക് കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് 2018 മുതൽ പ്രവർത്തിച്ചിരുന്ന CDS അംഗങ്ങളായിട്ടുള്ള ആളുകളടക്കം ഇതിൻ്റെ അകത്ത് FIRൽ പ്രതിപ്പട്ടികയിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 31 പേരാണ് ആ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബശ്രീയുടെ ബൈലോ അനുസരിച്ച് നോക്കുമ്പോഴും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അഥവാ മെമ്പർ സെക്രട്ടറിയാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള രേഖകളും അതുപോലെ തന്നെ ഈ പണമിടപാട് അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ആ FIR സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ മെമ്പർ സെക്രട്ടറി ഇതിൻ്റെ അകത്ത് പ്രതിയല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ കൂടി ഇതിൻ്റെ അകത്ത് പ്രതികളാണ്. ഇപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കറിയാം, FIRൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് 9ാമത്തെ പ്രതിയായിട്ട് കൊടുത്തിട്ടുള്ള വ്യക്തി ജിഷ സുനിൽകുമാർ, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയും കഴിഞ്ഞ സർവീസ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് UDFൻ്റെ പാനലിൽ. മറ്റൊന്ന്, ഒരു 10ാമത്തെ പ്രതി ചേർത്തിട്ടുള്ള ഷീബ സുബ്രഹ്മണ്യം 2015 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെടുങ്ങാട് 5ാം വാർഡിൽ നിന്ന് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഷീബ സുബ്രഹ്മണ്യം. അതുപോലെ തന്നെ BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളടക്കം ഇതിനകത്തുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി CPMനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് BJPയും കോൺഗ്രസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തുള്ള ഈ വസ്തുതകളെ വെളിച്ചത്ത് കൊണ്ടുവരാനും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല.
എന്നുവെച്ചാൽ CDSന്റെ പ്രവർത്തനം നടക്കുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്. CDSന്റെ ബൈലോയിൽ തന്നെ വളരെ പ്രധാനമായി പറയുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CDSന്റെ പ്രവർത്തനം നടത്തേണ്ടത്. അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ മെമ്പർ സെക്രട്ടറി, അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ചെയർപേഴ്സൺ അടക്കം സംയുക്തമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. മാസാമാസങ്ങളിൽ ഓഡിറ്റുകൾ നടത്തണം. ആ ഓഡിറ്റുകൾ നടത്തിയിൽ അതിൽ വരുന്ന കൺക്ലൂഷൻ അടക്കം മെമ്പർ സെക്രട്ടറി വഴി പഞ്ചായത്തിൽ ഇത് ഏൽപ്പിക്കണം. അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ നിർഭാഗ്യവശാൽ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിട്ടുള്ള പരാതിയിൽ മെമ്പർ സെക്രട്ടറി വളരെ നിർണായകമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരവ് ചെലവ് കണക്കുകൾ അടക്കം പരിശോധിക്കാനും ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല നിർവഹിക്കുന്ന മെമ്പർ സെക്രട്ടറി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. FIRൽ അവരുടെ പേര് ഇതുവരെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇതൊരു ആസൂത്രിതമായൊരു ഒരു സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. പഞ്ചായത്തിന് യാതൊരു കാരണവശാലും ഇതിൻ്റെ അകത്ത് നിന്ന് മാറി എന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന പഞ്ചായത്തിൻ്റെ കീഴിലാണ്. കുടുംബശ്രീയുടെ ഭരണഘടന അനുസരിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും ഉള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉള്ള ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യത കൂടി ഈ പറയുന്ന സാമ്പത്തിക ക്രമക്കേടോ അല്ലെങ്കിൽ അഴിമതിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഇതിൽ നിന്ന് മാറിക്കാൻ കഴിയും. മാത്രമല്ല ഈ സംവിധാനം വരുന്നത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ്. ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് ഈ പറയുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ധനകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്നുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊരു സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത്. അത് നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊന്ന്, ഇതിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിട്ടുള്ള FI സ്റ്റേറ്റ്മെൻറ്റ് അതിൽ 6,47,130 രൂപ ക്രമക്കേട് നടന്നു എന്ന് കാസ് ഓഡിറ്റിൽ കണ്ടെത്തി എന്നുള്ളതാണ് സെക്രട്ടറി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. ഇപ്പോൾ പത്രങ്ങളിലൂടെ വന്ന വാർത്തകളെല്ലാം നമ്മൾ പൊതുവായി പ്രതികളായി നിൽക്കുന്ന ആളുകൾ, അക്കൗണ്ടൻ്റ് അടക്കമുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ചില വാർത്തകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മാതൃഭൂമി അടക്കം നമ്മളത് പരിശോധിക്കുമ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ നമ്മുടെ അക്കൗണ്ടൻ്റ് അത് അഡ്മിറ്റ് ചെയ്യുകയും അത് തിരിച്ചടക്കാം എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കാസ് ഓഡിറ്റ് പൂർത്തിയായതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരമില്ല. അപ്പോൾ കാസ് ഓഡിറ്റ് പൂർത്തീകരിക്കാതെ 14,15,538 രൂപ തിരിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ FI സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള നിലക്കാണ് നമുക്ക് വരാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഇത് കാണിക്കുന്നത് മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി CDSന്റെ തലയിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ CDSൽ ഇപ്പോൾ വന്നിട്ടുള്ള അഴിമതി അത് ചെറുതായാലും വലുതായാലും എത്ര ലക്ഷമായാലും, ഇപ്പോൾ ഇവർക്കും തന്നെ കൊടുത്തിട്ടുള്ള FI സ്റ്റേറ്റ്മെൻറ്റിലെ കണക്ക് പ്രകാരം 20,62,668 രൂപ തിരിമറി നടന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതാരാണിത് കണ്ടെത്തിയത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ 4,96,860 രൂപ അല്ല 6,47,130 രൂപ കണ്ടെത്തി എന്ന് കുടുംബശ്രീയുടെ സംവിധാനങ്ങളിലൂടെ ഇപ്പോൾ ജില്ലാ മിഷനും അതുപോലെ സ്റ്റേറ്റ് മിഷനും ഒക്കെയാണ് ഇതിൻ്റെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള ഏജൻസി. അപ്പോൾ
ജില്ലാ മിഷൻ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാസ് ഓഡിറ്റിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാടാണ് പാർട്ടി എന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട് കർക്കശമായി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടി മുന്നോട്ട് പോകും. അപ്പം അതുകൊണ്ട് ഈ കുടുംബശ്രീയുടെ ബൈലു അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് പരിശോധിക്കാൻ ചുമതലപ്പെട്ട സംവിധാനങ്ങൾ അറിയുന്നു. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പർ സെക്രട്ടറിയും ചെയർപേഴ്സണ മറ്റേ ഈ ക്ഷേമകാര്യവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കണം. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിട്ടുള്ള ആ കേസ്, അതിലും വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിനും പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ അഭിപ്രായം.